ആദ്യമായിട്ടൊരു വിൻഡോ മാർക്കറ്റിൽ പോയതിൻ്റെ ഒരു പൊലിവാട്ടത് കാണുന്നത്. ഞങ്ങളിന്ന് യൂണിയനിൽ അടുത്തുള്ള വിൻഡോ മാർക്കറ്റിൽ പോയി. യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള വിൻഡോ മാർക്കറ്റിൽ പോയി. അടിപൊളിയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഇവിടുന്ന് കാര്യമായിട്ടൊന്നും വാങ്ങിയില്ല, പക്ഷെ നല്ല വൈബ് ഉണ്ടായിരുന്നു. 10 ദിർഹത്തിൻ്റെ ലിപ്സ്റ്റിക്ക്, ലിപ് ഷെയ്ഡ്സ്, ബ്ലഷ്, പിന്നെ ഐലൈനർ, ഐബ്രോ സ്റ്റിക്ക്, അങ്ങനെ കുറേ ഐറ്റംസ് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജ്വല്ലറി സെക്ഷനിലേക്കാണ് പോയത്. നല്ല അടിപൊളി ബ്രേസ്ലെറ്റ്സ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റിങ്സും ഉണ്ടായിരുന്നു. ബ്രേസ്ലെറ്റ്സ് ഒക്കെ 10 ദിർഹത്തിനായിരുന്നു. വാച്ചിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ദിവ്യ ഒന്ന് നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ നിന്ന് സെലക്ട് ചെയ്തു. ആൻസി പിന്നെ റിങ്ങിൻ്റെ കളക്ഷൻസിലേക്കാണ് പോയത്. അങ്ങനെ കുറേ അധികം സെർച്ചിന് ശേഷം അവിടുന്ന് ഒന്നെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആ സന്തോഷമാണ് ആ മുഖത്ത് കാണാൻ പറ്റുന്നത്. പിന്നെയും കുറേ അധികം സ്റ്റോൾസ് ഉണ്ടായിരുന്നു, ഡ്രസ്സസും ഒക്കെ ആയിട്ട്. ഡ്രസ്സ് പിന്നെ നമ്മളധികം നോക്കിയില്ല, നല്ല വൈബ് ഉണ്ടായിരുന്നു കേട്ടോ, ലൈറ്റ്സും ഒക്കെ ആയിട്ട്. ഈ ഷോൾസൊക്കെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് ഞാനൊന്നും നോക്കിയിട്ടില്ല. ബാഗ്സ് ഉണ്ടായിരുന്നു, ട്രോളീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ടെത്തിയത് ഈ കൂളിംഗ് ഗ്ലാസ്സിലാണ്. നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്ക് ലുക്ക് തരുന്ന കുറേ അധികം കൂളിംഗ് ഗ്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ ബഡ്ജറ്റിന് ഔട്ടായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങളത് പിന്നെ എടുത്തില്ല. ഓൾറെഡി ഷോപ്പിംഗ് കഴിഞ്ഞ് പോക്കറ്റ് കാലിയായിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് സമാധാനിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് മെല്ലെ ഇറങ്ങി. ഇങ്ങനെയുള്ള കഫ്താൻസ് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ അതിന് 25 പറഞ്ഞത്. ഞങ്ങൾ 10 തരാണെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് അയാൾ 20 ആക്കി. പിന്നെ അയാൾ 10 തരാറിനപ്പം ഞങ്ങൾക്ക് എന്തോ ഇഷ്ടം തോന്നിയില്ല. എനിക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളതാട്ടത്. പണ്ട് സരോജിനി മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്തും ഇതുപോലെ നമ്മൾ പറയുന്ന റേറ്റിൽ അവർ ബാർഗെയിൻ ചെയ്ത് നമ്മൾ എത്തിച്ചു കഴിയുമ്പോൾ എന്തോ ഒരു മൂഡ് തോന്നൂല. എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ബിലോ. ഡ്രസ്സ് മാത്രമല്ല, ഫുഡ് സ്റ്റാൾസും ഉണ്ട് കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ഫർണിച്ചറൊക്കെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഫുഡ്സ് നമ്മൾ ചാറ്റ്സൊക്കെ നോക്കി. പിന്നെ നമ്മൾ കഴിച്ച എന്തെങ്കിലും പുറത്തുനിന്ന് കുറച്ചുകൂടി ഹെവി ആയിട്ട് കഴിക്കാം, വെറുതെ ചാറ്റ് കഴിച്ച് വയറ് ഫില്ലാക്കണ്ടെന്ന്. സോ ഞങ്ങളതൊക്കെ നോക്കി ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. യൂണിയൻ്റെ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാട്ടോ ഈ ഒരു മാർക്കറ്റ് വരുന്നത്, വിൻഡോ മാർക്കറ്റ്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയതും നമുക്ക് അലേർട്ട് വന്നിട്ടോ, എല്ലാവരും ഷെൽട്ടറിൽ ഇരിക്കണം എന്നുള്ളത്. പുറത്തേക്ക് നോക്കിയപ്പോൾ എല്ലാവരും അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് കേട്ടോ. ഈ ഷെൽട്ടറിൽ കയറിക്കാനുള്ള അലേർട്ടൊന്നും ഇവർക്കൊന്നും വന്നിട്ടില്ലേ, അതല്ലെങ്കിൽ ഇവർക്കൊന്നും ബാധകമല്ലേ എന്നുള്ള ഡൗട്ട് തോന്നി. ഞങ്ങൾ രണ്ടാളും ഗ്രിൽഡ് ചിക്കനായിരുന്നു വാങ്ങിയത്. ദിവ്യക്ക് പിന്നെ നോമ്പായതുകൊണ്ട് ആൾ ഫിഷ് ആയിട്ട് ഓർഡർ ചെയ്തത്. സോ ഫിഷ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗ്രിൽഡ് ചിക്കനും ഫിഷ് ബിരിയാണിയും എല്ലാം കഴിച്ചിട്ട് താങ്ക് യു അലേർട്ടിന് വേണ്ടിയിട്ട്, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ എന്നുള്ള അലേർട്ടില്ലേ, അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിന്ന് കേട്ടോ. അങ്ങനെ അലേർട്ട് വന്നതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ അലേർട്ട് വരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും ഇത്ര നേരം വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങൾ വേഗം ഓടി മെട്രോ സ്റ്റേഷനിൽ കയറാമെന്നുള്ള വിചാരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് ഓടി. പക്ഷേ അപ്പോഴും ആ ഒരു സിറ്റി ഫുൾ വൈബിൽ നിൽക്കുക കേട്ടോ. ഈ അലേർട്ടൊന്നും ഇവിടെ ഒന്നും വന്നിട്ടില്ലേ എന്നുള്ള ഡൗട്ട് അടിച്ചു. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. എല്ലാവരും സേഫാകും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ബൈ.